ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇക്കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അമേരിക്കയും ഇസ്രയേലും അകാരണമായി എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാനിൽ നടത്തുന്ന യുദ്ധത്തിൽ കൃത്യമായ പരാജയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടത് എന്ന് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കാണുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു ദുർബലമായ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് ശേഷം ഒരു ചർച്ച പാകിസ്ഥാനിൽ നടത്തുകയും എന്നാൽ ആ ചർച്ച പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഈ യുദ്ധം ഉടനെ തന്നെ ആരംഭിക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം കരുതിയിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ യുദ്ധത്തിൽ വളരെ വലിയ പെടാപ്പാടിലാണെന്നും ഏതെങ്കിലും രീതിയിൽ ഇറാനെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിക്കണമെന്നുമുള്ള അമേരിക്കയുടെ പ്ലാനിന്റെ ഭാഗമായി ഇപ്പോൾ രണ്ടാമത്തെ ചർച്ച പാകിസ്ഥാനിൽ നടക്കുന്നു എന്ന വാർത്ത അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആർമി ചീഫ് അസിം മുനീർ ടെഹ്റാനിലെത്തി ടെഹ്റാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി അവിടുത്തെ മന്ത്രിമാരുമായി നേരിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെ മെസ്സേജുമായി ഞങ്ങൾ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് അമേരിക്കയുടെ മെസ്സേജുമായി അതും പേറിക്കൊണ്ടാണ് പാകിസ്ഥാന്റെ ആർമി ചീഫ് ഇത്തരത്തിൽ ടെഹ്റാനിലേക്ക് പോയതെന്നും അമേരിക്ക ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായെന്ന് അവരെ അറിയിക്കുകയും രണ്ടാമതൊരു ചർച്ചയിലേക്ക് നിങ്ങൾ കടക്കണമെന്നും ഇത് നമുക്ക് എടുക്കാമെന്നുമുള്ള സന്ദേശം അവരിലെത്തിക്കുവാനാണ് ഇത്തരത്തിൽ ആർമി ചീഫും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രിയും അതുപോലെ പാകിസ്ഥാൻ ആഭ്യന്തര ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഒരു വലിയ പട തന്നെ ടെഹ്റാനിലേക്ക് കഴിഞ്ഞ ദിവസം പോയത് എന്നാണ് അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരൊക്കെയും ഇതേക്കുറിച്ച് പറയുന്നത്. തീർച്ചയായും ഈ അസിം മുനീർ ടെഹ്റാനിലെ എയർപോർട്ടിൽ ഇറങ്ങുകയും അവിടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും സംഘവും ചേർന്ന് നേരിട്ട് തന്നെ അവരെ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അമേരിക്കയും ഇസ്രയേലും ഈ യുദ്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെയും അറിയിക്കുന്നത്. അതായത് ഇതിനോടൊപ്പം തന്നെ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിന് പുറമെ ഇറാന്റെ അനുമതിയോടുകൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുമെന്ന് അമേരിക്ക അറിയിച്ചതിനെ തുടർന്ന് അമേരിക്ക കിലോമീറ്ററുകൾക്കപ്പുറം അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി നിലയുറപ്പിച്ചതിൻ്റെ ശേഷവും വിവിധ കപ്പലുകൾ അതുവഴി കടന്നുപോയെന്ന് BBC-യും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു കപ്പലും ഞങ്ങൾ ഇതുവഴി കടത്തുവിടുന്നില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും സെന്റുകോം അറിയിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ബ്ലോക്കേഡുമായി അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കടൽ ബ്ലോക്ക് തുടരുകയാണെങ്കിൽ ഞങ്ങൾ ചെങ്കടലിൽ ബ്ലോക്ക് കൊണ്ടുവരുമെന്നും ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അയച്ചുവിടുകയും ചെയ്യുമെന്നും ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഒമാൻ കടലിലും അതുപോലെ ചെങ്കടലിലും ഒരു അന്താരാഷ്ട്ര ബിസിനസ്സും നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിൽ ഞങ്ങൾ കടത്തിവിടുന്ന കപ്പലുകളെ എങ്ങാനും അമേരിക്ക ബ്ലോക്ക് ചെയ്യുന്നത് തുടർന്നു കഴിഞ്ഞാൽ എന്ന് ഇറാൻ വളരെ ശക്തമായ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ചെങ്കടൽ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ലോകത്തെ ഊർജ പ്രതിസന്ധി ഒന്നുകൂടി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹോർമുസ് കടലിടുക്ക് ഇത്തരത്തിൽ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ പൈപ്പ് ലൈൻ വഴി അത്തരത്തിൽ ചെങ്കടൽ തുറമുഖത്തേക്ക് സൗദി എണ്ണ എത്തിക്കുകയും അവിടെ നിന്ന് യൂറോപ്പിലേക്ക് എണ്ണ കയറ്റി അയക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോൾ തുടരുന്നത്. ആ സംവിധാനം നിലച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ലോകത്ത് ഇന്ന് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്രത്തിലില്ലാത്ത ഊർജ പ്രതിസന്ധിക്ക് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് കൊണ്ട് ഈ യൂറോപ്പിലും മറ്റ് വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലും വളരെ വലിയ ഊർജ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് UN വളരെ ശക്തമായി UN അംഗീകൃത രാജ്യങ്ങളോട് പറയുന്നത് ഒരു രീതിയിലും UN അംഗീകൃത രാഷ്ട്രങ്ങൾ ഇസ്രയേലിലേക്ക് ആയുധം കച്ചവടം ചെയ്യാൻ പാടില്ല, കയറ്റി അയക്കാൻ പാടില്ല എന്ന് UN രാജ്യങ്ങളോട് നിർബന്ധ സന്ദേശം അയച്ചു എന്നാണ്
ഇക്കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് യൂറോപ്പിലെ ഇസ്രയേലിൻ്റെ പ്രധാന പങ്കാളിയായ ഇറ്റലി ഇത്തരത്തിൽ ഇസ്രയേലുമായി ആയുധ കച്ചവടവും അതുപോലെ തന്നെ പ്രതിരോധ കരാറും താൽക്കാലികമെന്നോണം നിർത്തിവെച്ചത്. ഇത് ഒരു വലിയ മാതൃകയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും മാസങ്ങൾക്ക് മുമ്പ് ഗസ യുദ്ധം നടക്കുമ്പോൾ തന്നെ ഫ്രാൻസ് പോലെയുള്ള UK പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി ഇത്തരത്തിലുള്ള എല്ലാ കരാറുകളും റദ്ദു ചെയ്യുകയും ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവം നടന്നിരുന്നു. അതിനുശേഷം ഇറ്റലിയും ജർമ്മനിയും പോലുള്ള രാജ്യങ്ങൾ ചില കരാറുകൾ ഇസ്രയേലുമായി പിന്തുടരുന്നുണ്ടെങ്കിലും ഇപ്പോഴിതാ യൂറോപ്പിൽ നിന്ന് ഇറ്റലി പോലെയുള്ള ഇസ്രയേലുമായി എക്കാലത്തും അടുത്തു നിൽക്കുന്ന ഒരു രാജ്യം തന്നെ ഈ ഇസ്രയേലുമായുള്ള കരാറുകൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ അത്ഭുതത്തോടെയാണ് കേട്ടത്. എന്നാൽ ഈ അത്ഭുതത്തിനും അപ്പുറത്തേക്ക് ഇസ്രയേൽ ഒരു വലിയ തീവ്രവാദ രാഷ്ട്രമാണെന്നും അവർ ലെബനാനിലും പരിസര മേഖലകളിലും സമാധാനപരമായി ജീവിക്കുന്ന മുഴുവൻ രാജ്യങ്ങളിലേക്കും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മിഡിൽ ഈസ്റ്റിനും ലോകത്തിനും തന്നെ ഭീഷണിയാകുന്ന ഒരു വലിയ തീവ്രവാദ രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന സന്ദേശമാണ് ഇതിലൂടെ UN ലോകത്തിന് നൽകുന്നത്. ഒരു രാജ്യവും ഇസ്രയേലിലേക്ക് ആയുധം കയറ്റി അയക്കരുതെന്നും അത് നിർബന്ധമായി ഉടനടി നിർത്തിവെക്കണമെന്നും UN ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്തെ വിവിധ സംഘടനകളെയും സമാധാനപരമായി തങ്ങളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ഉണ്ടാക്കിയ ഹമാസ് പോലെയുള്ള സംഘടനകളെയൊക്കെ തീവ്രവാദ മുദ്ര കുത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്കയും ഇസ്രയേലും എന്നൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തും മിഡിൽ ഈസ്റ്റിൽ പ്രധാനമായും തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഹിസ്ബുള്ളയുടെ പേജർ ആക്രമണം പോലെയുള്ള ഒരു തീവ്രവാദികൾ പോലും ചെയ്യാൻ മടിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളും സിവിലിയൻ സംവിധാനങ്ങളെപ്പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളും നടത്തുന്ന ഒരു തീവ്രവാദ അജണ്ട കൊണ്ട് നടക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. ഈ ഇസ്രയേലിൽ ഇറാൻ യുദ്ധം ആരംഭിച്ചത് മുതൽ ഒരു വലിയ ബജറ്റ് നടന്നു എന്നുള്ളതാണ്. ആ ബജറ്റ് യുദ്ധത്തിന് വേണ്ടിയുള്ള ബജറ്റാണ്. അതായത് ഇസ്രയേൽ ഒരു നിർത്താതെ പോകുന്ന ഒരു യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഗ്രേറ്റർ ഇസ്രയേലിന് വേണ്ടിയുള്ള മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളുടെ ഭാഗങ്ങളും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള അവരുടെ എക്കാലത്തെയും നയമായ ഗ്രേറ്റർ ഇസ്രയേലിന് വേണ്ടി നിരന്തരമായ യുദ്ധത്തിലേക്ക് ഇസ്രയേൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ ലോബിയുടെ അംഗീകാരത്തോടുകൂടെ അമേരിക്കയെയും പങ്കാളിയാക്കിക്കൊണ്ട് ഇറാനിലും മേഖലയിലുടനീളവും ഇസ്രയേൽ തുടർച്ചയായി യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള യുദ്ധത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് UN ഭാഗത്ത് നിന്ന് പോലും ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു രാജ്യവും ഇസ്രയേലുമായി ഇത്തരത്തിൽ പ്രതിരോധ കരാറുകൾ വഴി ആയുധം കൊടുക്കുന്നത് നിർത്തിവെക്കണം എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു മെസ്സേജാണ് കഴിഞ്ഞ ദിവസം UN ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇത്തരത്തിൽ അകാരണമായി ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തുന്ന യുദ്ധത്തിൽ ഏതെങ്കിലും രീതിയിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടി അസിം മുനീർ ടെഹ്റാനിലെത്തി എന്നുള്ളത് വളരെ വിലപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതുപോലെ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു, യുദ്ധം അവസാനിക്കാൻ അടുത്തു എന്നൊക്കെയുള്ള കമൻറ്റുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കമൻറ്റുകളും പ്രസ്താവനകളുമൊക്കെ ലോകത്ത് ക്രൂഡ് ഓയിലിന് വില നിയന്ത്രിക്കുവാനും മറ്റുമൊക്കെ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് തവണകളായി ഇദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ ബ്ലോക്കേഡ് തുടരുകയും യുദ്ധം തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായും, പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയുടെ കൂടെ ഒരു രീതിയിലും കൂടുന്നില്ലെന്നും UK പോലെയുള്ള രാജ്യങ്ങൾ ഇറാൻ വാറിൽ പങ്കെടുക്കാത്തതിനെ വിമർശിച്ചുകൊണ്ട് പലതവണ കമൻ്റ് ഇടുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്ത ട്രംപ് ഇക്കഴിഞ്ഞ ദിവസം UK വ്യാപാര കരാറിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെങ്കിലും UK പ്രൈം മിനിസ്റ്റർ പറയുന്നത് ഒരു ഭീഷണിക്കും വഴങ്ങുകയില്ലെന്നും ഒരു രീതിയിലും ഇറാൻ യുദ്ധത്തിൽ തങ്ങൾ പങ്കാളിയാവുകയും ഇല്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, യുദ്ധം ഇത്തരത്തിൽ തന്നെ പോവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സഖ്യരാജ്യങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുകയും വരാൻ പോകുന്ന യുഗത്തിൽ അമേരിക്കയുമായുള്ള കൂടുതൽ പ്രതിരോധ കരാറുകളിൽ നിന്ന് അവർ സാവധാനം പിൻവാങ്ങുകയും UK പോലെയുള്ള, ഫ്രാൻസ് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായും ചൈന പോലെയുള്ള ലോകശക്തികളുമായും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കരാറിലെത്തുകയും
പതിയെ അമേരിക്കയെ കൈവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമെന്ന് അമേരിക്കക്ക് പോലും ഇപ്പോൾ ഭയം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ ലാഭം കൊയ്യുന്നത് ഗ്രേറ്റർ ഇസ്രയേലിന് വേണ്ടി പ്രയത്നിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഇസ്രയേലിന് മാത്രമാണ് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ അമേരിക്കയുടെ എക്കാലത്തെയും വളരെ ശക്തമായ സഖ്യരാജ്യങ്ങളെന്നറിയപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ, ഫ്രാൻസും UK-യും ഇറ്റലിയും പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയെ തള്ളിപ്പറയുകയും അമേരിക്കയിൽ നിന്ന് അകന്നു പോവുകയും ഒരു രീതിയിലും ഈ ഒരു യുദ്ധത്തിലൊന്നും അമേരിക്കയെ സഹായിക്കാത്ത രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയെ ചെറുതൊന്നുമല്ല ഭയപ്പെടുത്തുകയും ചെറുതൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയും ഇസ്രയേലും ലോകത്ത് ഒറ്റപ്പെടാൻ പോകുന്നു എന്ന ഭയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇറാനെ സമ്മതിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്ന നെട്ടോട്ടത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിൻ്റെ ഭാഗമാണ് വീണ്ടും അസിം മുനീറിനെ ഇറാനിലേക്ക് അയക്കുകയും രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇറാനെ സമ്മതിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.